ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഇൻസൈഡിലുള്ള ആർക്കിടെക്റ്റിനെ പറ്റി പറയാനും. ആക്ച്വലി ഞാനും ആളും ഒരു സ്പോട്ടിൽ പോയി നമ്മളവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് രണ്ടാമത് വന്ന സ്പോട്ടുണ്ടോ ഫ്യൂച്ചർ മ്യൂസിയം. അതുകൊണ്ട് ഓൾറെഡി അവൾ ടയേർഡാ. ബട്ട് ഞാൻ പറഞ്ഞു, അവൾക്ക് പുറത്തുനിന്ന് നിന്നപ്പോൾ അവള് പറഞ്ഞു വേണ്ട അച്ചു നമുക്ക് പോവാമെന്ന് അവള് പറഞ്ഞിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം എന്നുള്ള എൻ്റെ ഒറ്റൊരു പിടികാച്ചിയുടെ പുറത്ത് അവള് നിൽക്കണേ. ലൈക്ക് ഹാഫ് മനസ്സോടെയാണ് അവള് വന്നതെങ്കിലും അതിൻ്റെ അകത്തേക്ക് ഉണ്ടായപ്പോൾ അവള് ടോട്ടലി ഓക്കെ. ലൈക്ക് ആക്ച്വലി അവളുടെ ഫീൽഡ് ഒരു ആർക്കിടെക്ട് ഫീൽഡ് ആയതുകൊണ്ട് അവൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ മേളിലുള്ള ഫോണ്ടുകൾ ലൈക്ക് അറബിക് ഫോണ്ട്സ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മേ ബി ചൈനീസ് ആയിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ഇത് ചൈനീസ് ആയിരുന്നില്ല, ഇത് അറബിക് ഫോണ്ടുകളായിരുന്നു. അവരത് ഡിസൈൻ ചെയ്തേക്കുന്നത്, അത് ബിൽഡ് ചെയ്തേക്കുന്നത് റിയലി അമേസിങ്. എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ക്യൂ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും വണ്ടടിച്ച് നിൽക്കും. ലൈക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ, ഒരു ട്രാൻസ്പാരൻറ്റ് ടൈപ്പിലുള്ള ഡിസൈൻ, അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്താ പറയുക, അമേസിങ് മീൻസ് അമേസിങ് ആർക്കിടെക്ചർ. കാരണം ഇതിൻ്റെ ഓരോ ഇന്നോവേഷൻസും ഓരോ ഡിസൈനും ഓരോ ഫൗണ്ടേഷൻസും അവർ പണിത് വെച്ചേക്കുന്നത് തന്നെ കണ്ടാൽ തന്നെ നമുക്കൊരു വണ്ടർഫുൾ വാവ് ഫീൽ നമുക്ക് കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഈ സാധനം ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈം, ഒരു 1 hour മിനിമം സ്പെൻഡ് ചെയ്തിട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. സോ അതൊന്നൊന്ന് തീർക്കണം എന്നുള്ള ഒറ്റൊരു വൈബിലാണ് ഞാൻ വന്നത്. സോ ഞാൻ കുറേ നേരം നിന്ന് മാളും അവളുടെ സ്ഥിരം പരിപാടിയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ഫോട്ടോ എടുക്കണം, അവൾക്ക് എന്താ പറയുക സെൽഫി, അതാണ് അവളുടെ മെയിൻ. സോ അവൾ സെൽഫി എടുത്ത് കുറേ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു 2-3 ഫോട്ടോ. കാരണം അതിൻ്റെ ബാക്ക് ആംബിയൻസ് കാണാൻ അടിപൊളിയാണ്. ലൈക്ക് ആ അറബിക് ഫോൺസിൽ എഴുതിയേക്കണ ആ ഒരു ഡിസൈനും അവിടെ നിന്നിട്ടുള്ള ഫോട്ടോയും വാവ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ UAE വന്നിട്ട് നിങ്ങളിത് കണ്ടില്ല, ഐ മീൻ ഇതിനുള്ളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ശരിക്കും പറഞ്ഞൊരു ലോസ് തന്നെയായിരിക്കും. നമുക്ക് ദുബായിൽ കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ലൈക്ക് ഓരോ ഇയറും അവർ ഓരോ ഡെവലപ്മെൻ്റായിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം പോണവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നമുക്ക് കാണാം, നമ്മളിതിപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അടുത്താണ് നിൽക്കണത്. ആ മെയിൻ എൻട്രൻസിൽ തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് റോബോട്ട്, പിന്നെ അവരുടെ മെനൂസ്, പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഐ തിങ്ക് 120 dirhams അതിൻ്റെ ചാർജ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് സെക്കൻഡ് ഫ്ലോറിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. അത് ചെയ്യാൻ പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സ് വന്ന് ബ്ലോഗ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ റോബോട്ട്, പിന്നെ അവിടെ ഒരു ഡോഗ് ഉണ്ട്. ഡോഗ് മീൻസ് എന്താ പറയുക, റോബോട്ടിക് ഡോഗാണ്. അത് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണതും അത് നമ്മുടെ അടുത്ത് വരുന്നതും അതും റിയലി അമേസിങ് ആണ്. പിന്നെ പറയാനായിട്ട് അവിടെ ഒരു ബലൂണിലുള്ള ഒരു ബേർഡ് ഉണ്ട്. അത് എപ്പോഴും വരത്തില്ല, സം ടൈം. അതൊരു 10 minute വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു അരമണിക്കൂർ റെസ്റ്റ് അങ്ങനെ. സോ നിങ്ങൾ ഫസ്റ്റ് വരാമെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. സംഭവം ശരിക്കും പറഞ്ഞൊരു 1 hour 2 hour കാണാനുള്ളതുള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു റിയലി അമേസിങ് മൊമെൻറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സോ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക ഫ്യൂച്ചർ മ്യൂസിയം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഹെൽപ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ പറയാനുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ടോട്ടലി ഫ്രീ ആണ്. ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ക്യാമറ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് എന്നിരുന്നാൽ കൂടിയും ലിമിറ്റേഷൻസ് മീൻസ് അവർ അലോ ചെയ്യും. എന്നാലും അവർ പറയും പിന്നെ റോബോട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് നിങ്ങൾ ഫോണിലെ ക്യാമറാസ് യൂസ് ചെയ്തതെന്ന് മാത്രമേ പറയത്തുള്ളൂ. സോ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.